ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ മിസ്റ്റർ ഇൻസോംനിയ വെയിറ്റിംഗ് ഫോർ ലവിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് സീനിൽ ലൂസി വന്ന് യാനെ വിളിച്ചേക്കുവാണ്. എന്നിട്ട് ചോദിക്കുവാണ് എന്നിട്ട് ലൂസി വന്ന് യാൻ്റെ അടുത്ത് ചോദിക്കുവാണ്, ഇന്നലെ നടന്നത് കണ്ടില്ലേ, അപ്പോൾ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഉറങ്ങുന്നുള്ള കാര്യം ഇപ്പം നിനക്ക് കൺഫേം ആയില്ലേ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ ഞാനും പറയാം ശരിയാ. അപ്പോൾ നമ്മുടെ ലൂസി പറയാം നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും കൂടി പഠിക്കേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയാം ശരി നമുക്ക് പഠിക്കണം എന്ന് പറയാം. അപ്പോൾ ലൂസി വിചാരിക്കും ഇന്നലെ ചെയ്ത പോലെ കിസ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് അവൾ കിസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ആ റിപ്പോർട്ട് പേപ്പർ എടുത്ത് കാണിക്കുവാണ്. അപ്പോഴാണ് ലൂസിക്ക് മനസ്സിലാവുക അവളാകെ ചമ്മിപ്പോയെന്ന്. അത് കഴിഞ്ഞിട്ട് ലൂസിയുടെ അടുത്ത് ഞാൻ പറയുവാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പ്രൊഫസർ ലീ പറഞ്ഞ് നമ്മളിങ്ങനെയുള്ള സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫസർ ലീ ഇവൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇവർ തമ്മിലുള്ള എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്നതുകൊണ്ടാണ്. പക്ഷെ അവൻ ആ കാര്യം ലൂസിയുടെ അടുത്ത് പറയത്തില്ല. പകരം പറയും അത് വന്ന് വേറൊന്നുമില്ല, നമ്മുടെ കുറേ ഹോർമോൺസ് കൂടുന്ന മറ്റേത് മറിച്ചത് പറഞ്ഞിട്ട് കുറേ കെമിക്കൽസിന് പേര് ഇവൾക്ക് വായ കൊള്ളാതെ കുറേ കെമിക്കൽസിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവളും കിളി പോയ പോലെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ് വൈകിട്ട് നിൻ്റെ കൂടെ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ട്, നമുക്ക് പുറത്ത് പോയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ അകത്തോട്ട് പോകണം. അകത്തോട്ട് പോകുന്ന സമയത്ത് ഞാൻ ആലോചിക്കുകയാണ്, അവളെന്നെ കിസ് ചെയ്യാൻ വന്നിയായിരുന്നു, എനിക്ക് ആ സമയത്ത് റിപ്പോർട്ട് എടുക്കേണ്ട വല്ല കാര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഇവൻ സ്വയം പഴിച്ചിട്ട് അവനകത്ത് കയറി പോവാണ്. ഇതേ സമയം കാണിക്കുവാണ് നമ്മുടെ ഷൂമാൻസുവിൻ്റെ അടുത്ത് ചീസു പറയുകയാണ് എനിക്ക് വന്ന് ലൂസിയെ ഭയങ്കര ഇഷ്ടം, അവളുടെ അടുത്ത് എൻ്റെ പ്രണയം പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ ഷൂമാൻസു പറയുവാണ് നീ വേഗം ലേറ്റ് ആക്കാതെ പറയാൻ നോക്കിക്കോ, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ യാൻ വന്ന് ലൂസി അടിച്ചു മാറ്റി പോകുന്ന ലെവലിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ ചെന്ന് അവൻ്റെ ഓഫീസിൽ ചെന്നിട്ട് അവൻ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രാമയിൽ കുറേ സീനൊക്കെ കാണത്തില്ലേ, കിസ് ചെയ്യുന്നത്, റൊമാൻസ് ചെയ്യുന്ന സീനുകൾ, അതെല്ലാം അവൻ ഓരോന്നും എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ ഓരോ പീസ് എടുത്തിട്ട് അവനത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ട് ലൂസിയോട് പോകുന്ന സമയത്ത് ഇതെല്ലാം ചെയ്ത് നോക്കിയിട്ട് എന്താ പറയുന്നത് അവളെങ്ങനെയെങ്കിലും എക്സൈറ്റ് ചെയ്യിക്കണം, അപ്പോഴും നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതേ സമയം ലിനിയും അതുപോലെ തന്നെ നമ്മുടെ ലൂസിയും അതുപോലെ തന്നെ അന്ന് കോട്ട് കൊടുത്ത പെങ്കൊച്ചില്ല, ആ കോട്ട് കൊടുത്ത പെങ്കൊച്ചിൽ നമുക്ക് ജൂൺ എന്ന് വിളിക്കാം. ഇവർ മൂന്നുപേരും ജൂണും ലിനിയും അതുപോലെ തന്നെ ലൂസി 3 പേരും കൂടി ഇതിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ലൂസി പറയണം ഞാനിന്ന് വൈകിട്ട് യാൻ്റെ കൂടെ പുറത്തു പോകുന്നെന്ന് പറയുന്ന സമയത്ത് ലിനി പറയണം അയ്യോ വേണ്ട, ഇന്ന് രാവിലെ തൊട്ടേ ടെൻഷനായിട്ട് ഇരിക്കുവാണ് നമ്മുടെ യാൻ. അതുപോലെ തന്നെ ജൂണും പറയും അതെ ഞാനും കോഫി കൊടുക്കാൻ പോയപ്പോൾ ആൾ ഇച്ചിരി ടെൻഷനായിട്ടിരിക്കുന്നത് ശ്രദ്ധിച്ചെങ്ങനെ സംസാരിച്ചു വേണം, അവൻ ചിലപ്പോൾ ചൂടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയണം. അപ്പോൾ ഇതേ സമയം ചീസ് ഇവർ പിന്നെ വരുന്നുണ്ട് കേട്ടോ, പക്ഷെ ഇവർ 3 പേരും കാണത്തില്ല. പക്ഷെ ലിനി പറയും അല്ല നമ്മുടെ അടുത്ത് ചിലപ്പോൾ ദേഷ്യമായിരിക്കാം, പക്ഷെ ലൂസിയുടെ അടുത്ത് അങ്ങനെയല്ലല്ലോ, അവളാണ് ഇപ്പോൾ അവൻ്റെ ഒരു ലക്കി ചാമ്പ് പോലെയൊക്കെയാണ്, അവന് മീൻസ് യാനിപ്പോൾ ലൂസിയെ കണ്ടാലേ ഭയങ്കര ഹാപ്പിയാന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ലൂസിയുടെ അടുത്ത് ചോദിക്കും നിനക്ക് എങ്ങനെയാണ്, നിനക്കും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് ലൂസി എനിക്ക് അങ്ങനെയൊന്നും അല്ല, എന്നാലും എനിക്കൊരു ചെറിയ ഹാപ്പിനെസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ ചീസും അവിടെ നിന്ന് കേട്ട് സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോവാണ്. അന്നത്തെ ദിവസം ഷൂമാൻസുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ യാങ് കൊടുത്തു വിട്ടാന്ന് പറഞ്ഞിട്ട് ഒരു ബൊക്കെ ഓൾറെഡി അവൾക്ക് രാവിലെ ചെന്നിട്ടുണ്ട്. ചീസും അവളും കൂടി സംസാരിക്കുന്ന സമയത്ത് അവളാണെങ്കിൽ ഡ്രസ്സൊക്കെ ചെയ്ത് നല്ലപോലെ ഒരുങ്ങിയിട്ട് വന്ന് നിൽക്കുവാണ് നമ്മുടെ യാൻ്റെ കൂടെ പോകാമെന്നും പറഞ്ഞ് ഔട്ടിങ്ങിന് പോകാമെന്നും പറഞ്ഞിട്ട്. ആ സമയത്താണ് യാൻ വന്നിട്ട് പറയുന്നത് വേഗം കയറി പോകാമെന്ന്. സത്യം പറഞ്ഞാൽ അവൻ വന്ന് ഷൂമാൻസുവിൻ്റെ അടുത്തല്ല പറയുന്നത്, ഫോണിൽ ലൂസിയുടെ അടുത്താണ്. ലൂസിയാണെങ്കിൽ വെപ്രാളപ്പെട്ട് കാറിൽ കയറി പോകാം. ഇതെല്ലാം കൂടി കാണുമ്പോൾ ഷൂമാൻസിന് സഹിക്കാതെ അവൾ വന്ന് നമ്മുടെ യാൻ കൊടുത്തുവിട്ട ആ ബൊക്കയുടെ മറ്റേ പേപ്പറില്ലേ അവളുടെ പേര് എഴുതിയേക്കുന്നത് അതെല്ലാം കീറിക്കളഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്ത് കയറി പോവാണ്. അകത്ത് കയറി നമ്മുടെ യാൻ്റെ ഓഫീസിൽ കയറുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യാനും ലൂസിയും കൂടി സിനിമയ്ക്കാണ് പോയിരിക്കുന്നത്, 2 ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്ന കാര്യം മനസ്സിലാവും. എടുത്തുകൊണ്ട് അവൾ വന്നിട്ട് ചീസിനെ വിളിച്ചിട്ട് പറയണം എനിക്ക് നിൻ്റെ കൂടെ അവനെ അപ്പോയിൻമെൻ്റ് ഒന്നും ഇല്ലല്ലോ എന്ന് വൈകിട്ട്, അവൻ ചുമ്മാതല്ലേ നമ്മുടെ ലൂസിയെ വിളിച്ചുകൊണ്ട് പോയിരിക്കുന്നത്, അവന് വേറെ അപ്പോയിൻമെൻ്റ് ഒന്നുമില്ല, അവിടെ നമുക്ക് അവരുടെ പിന്നാലെ പോയിട്ട് അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കാമെന്ന് പറഞ്ഞ് ചീസുവിനെ വിളിക്കുവാണ് ചുമാൻസു. ഇനി നമ്മുടെ യാൻ്റെ ലൂസിയുടെയും കാര്യം പറയുവാണെങ്കിൽ യാനും ലൂസിയും വന്ന് ആരും ഇല്ലാത്ത തിയേറ്ററാണ് അവൻ ബുക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 2 പേർക്ക് മാത്രമായിട്ട്. എന്നിട്ട് ഇവനാണെങ്കിൽ ഇവൻ്റെ ഫോണിനകത്ത് കുറേ നോട്ട് എഴുതി വെച്ചേക്കുന്നത്, ഫസ്റ്റ് ഇങ്ങനെ കിസ് ചെയ്യുന്ന സീന്, പിന്നെ സ്ട്രോ ഇട്ട് കുടിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ട് കുറേ നോട്ടൊക്കെ എടുത്ത് ഡ്രാമയെന്നൊക്കെ നോട്ട് എടുത്ത് വെച്ചേക്കുവാണ് ഇവൻ. അപ്പോൾ ഫസ്റ്റത്തെ കിസ് ചെയ്യുന്ന സീനാണ്. അപ്പോൾ ഇവൾ പൊട്ടാറ്റോ ചിപ്സ് ഒക്കെ എടുത്തിട്ട് നമ്മുടെ ലൂസി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ നേരെ അവളെ കിസ് ചെയ്യുന്ന പോലെ പോകും കേട്ടോ. അപ്പോൾ ഇവൾ അവളങ്ങ് ടെൻഷനായിട്ട് ആ കഴിച്ചായിരുന്നങ്ങ് വിഴുങ്ങുവാണ്. അത് കഴിഞ്ഞിട്ട് മാറിയിട്ട് പറയാണ് നോക്കുന്ന സമയത്ത് ഇവൻ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫസർ ലീ ചെയ്തിരിക്കുന്നത് ഇവർ 2 പേരെ എക്സൈറ്റ് ആവുകയാണെങ്കിൽ എക്സൈറ്റ് ആവുന്ന ആളുടെ കയ്യിലുള്ള ആ ഒരു വാച്ചിൽ പിങ്ക് കളർ ഒരു ലൈറ്റ് കത്തും. അപ്പം നമ്മുടെ യാൻ്റെ കയ്യിലെ വാച്ചിൽ പിങ്ക് കളർ ലൈറ്റ് കത്തുന്നുണ്ട്. അതേസമയം ലൂസിയുടെ നോക്കുമ്പോൾ അതിൽ ലൈറ്റ് കത്തുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് തേഞ്ഞല്ലോ.
ഇതേ സമയം നമ്മുടെ പ്രൊഫസർ ലീ ഇല്ലായിരുന്നു, അവരെ കാണിക്കണം. അവരാണെങ്കിൽ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾ, നമുക്ക് ആരാളെന്ന് കാണിക്കുന്നില്ല. അവരുടെ അടുത്ത് പറയാണ്, ഇന്നാൾ നമ്മൾ കണ്ട ആ 2 പേരുടെ അതേ കണക്കാണല്ലോ ഇവരുടെ കേസുകളെന്ന്. മീൻസ് നമ്മുടെ യാൻ്റെയും ലൂസിയുടെയും കേസുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സീനെ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുകയാണ് അവൻ അടുത്ത പോയിന്റ് നോക്കുക. നമ്മുടെ യാൻ വന്ന് അടുത്ത പോയിന്റ് നോക്കുക, ഇനി എങ്ങനെ നമ്മളെ ലൂസിയെ ഇങ്ങനെ എക്സൈറ്റ് ആക്കുന്നത്. അപ്പോൾ അടുത്ത പോയിന്റ് വന്നിട്ട് 2 പേരും ഒരു സ്ട്രോയിൽ ഒരു ജ്യൂസ് 2 സ്ട്രോ ഇട്ട് കുടിക്കണം. അതുകൊണ്ട് അവൻ സ്ട്രോ ഇട്ട് കുടിക്കുന്ന സമയത്ത് ഇവള് പെട്ടെന്ന് പേടിച്ചിട്ട് ആ ജ്യൂസ് എടുത്ത് ഇവൻ്റെ മുഖത്ത് തുപ്പി കൊടുക്കുക. ഇവനാണെങ്കിൽ കട്ടക്കലിപ്പ് വരുന്നത് കേട്ടോ. നോക്കുമ്പോൾ ഇവൻ്റെ കയ്യിൽ പിങ്ക് കത്തുന്നു, അവളുടെ കയ്യിൽ പിങ്ക് കത്തുന്നില്ല. അപ്പോൾ അവന് ദേഷ്യം വന്നിട്ട് അവൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ലൂസി, ദൈവമേ ഇനി ഇവന് ദേഷ്യം വന്ന് കാണും, ഇവൻ എന്തെങ്കിലും പറയുമോ എന്ന് വെച്ചിരിക്കുകയാണ് ലൂസി. അത് കഴിഞ്ഞ് സിനിമയെല്ലാം കഴിയുന്ന സമയത്ത് ഞാൻ പറയണം, ഓക്കെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് എന്തെങ്കിലും കഴിക്കാം, എന്നിട്ട് സംസാരിക്കാം പറഞ്ഞിട്ട് ഇവർ ചെന്ന് നിന്ന് കഴിക്കാതിരിക്കുന്ന സമയത്ത് ലൂസി ചോദിക്കുകയാണ് ഇന്നലെ നടന്ന കാര്യം ഓർമ്മയുണ്ട്, അതെന്താ സംഭവം എന്നൊക്കെ ചോദിക്കാൻ വരുന്ന സമയത്ത് ചീസും ഷൂമാൻസും ഓൾറെഡി ഇവരെ ഫോളോ ചെയ്ത് വന്നായിരുന്നല്ലോ. അവരങ്ങോട്ടൊരു കേക്ക് വാങ്ങിച്ചുകൊണ്ട് വരുവാണ്. കാരണം ഷൂമാൻസിൻ്റെ ബർത്ത്ഡേ ആണല്ലോ, അവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യണം. അപ്പോൾ ചീസ് വന്ന് നമ്മൾ ലൂസിയുടെ അടുത്തിരിക്കുക, അവർ ഷൂമാൻസി വന്നിട്ട് നമ്മുടെ യാൻ്റെ അടുത്തിരിക്കുക. എന്നിട്ടാണെങ്കിൽ ഫുഡൊക്കെ കഴിക്കാതിരിക്കുമ്പോൾ നോക്കണം കേട്ടോ. നമ്മുടെ ചീസും ആണെങ്കിൽ അവൾക്ക് എല്ലാം ഇഷ്ടമുള്ളത് നോക്കി അവൾക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ അവൾക്ക് ചുണ്ടെല്ലാം ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ഷൂമാൻസി വന്ന് യാൻ്റെ അടുത്ത് പറഞ്ഞ്, കണ്ടില്ലേ അവർ നല്ല കപ്പിൾസ് ആട്ടോ എന്നൊക്കെ പറയുകയാണെ. അപ്പോൾ നമ്മുടെ യാന് ദേഷ്യം വന്നിട്ട് അവൻ്റെ കയ്യിൽ മറ്റേ ലൈം ജ്യൂസ് ഇരുന്നായിരുന്നു, അതിൻ്റെ ഗ്ലാസ് പിടിച്ച് അമർക്കുമ്പോൾ ആ ജ്യൂസ് എല്ലാം ഇവൻ്റെ മേലങ്ങ് പോവാണ്. അപ്പോൾ ഇതെല്ലാം ഇവർ 3 പേരും കാണുമേ. അപ്പോൾ ഞാൻ പറയാം, സോറി എൻ്റെ കയ്യിൽ തട്ടിപ്പോയതാണ്, ഞാൻ പോയിട്ടൊന്ന് വാഷ്റൂമിൽ പോയിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് ചീസും പറയും, ശരി എന്നാൽ ഞാനൊന്ന് വാഷ്റൂം വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഇവർ 2 പേരും മാത്രമായി, ഷൂമാൻസിയും ലൂസിയും. അപ്പോൾ ഷൂമാൻസി പറയണേ, നീ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം, നിൻ്റെ കേസെല്ലാം ഞാൻ എടുത്ത് നോക്കിയത്, നിനക്ക് 1 വർഷമായിട്ട് ഭയങ്കര സിവിയറായിട്ട് ഇൻസോംനിയ ഉണ്ടല്ലേ. അപ്പം നീ ഈ CEO ആയിട്ടുള്ള നമ്മുടെ യാനെ കയറി പിടിച്ചിരിക്കുന്നത് നിനക്ക് ഫ്രീ ആയിട്ട് ഇൻസോംനിയയുടെ ട്രീറ്റ്മെൻറ്റ് കിട്ടാനല്ലേ ചോദിക്കുന്ന സമയത്ത് ലൂസ് പറയും, അതെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അതിനിപ്പോൾ എന്തോ വേണമെന്ന് പറയാം. ഇതേ സമയം കാണിക്കുവാണ് യാൻ വന്ന് നമ്മുടെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുവാണ്. ആ സമയത്ത് ചീസ് വന്നിട്ട് യാനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ചീസ് വന്ന് ചോദിക്കുവാണ്, സത്യം പറയും നിനക്ക് ലൂസി ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയും, എനിക്ക് അവളെ ഇഷ്ടമാണ്, ഞാൻ അവളെ പ്രണയിക്കുന്നതെന്ന് പറയും. അത് കഴിഞ്ഞ് ഞാൻ വരുന്ന സമയത്ത് ഷൂമാൻസ് പറയാതെ നിനക്കൊരു കാര്യം അറിയോ, നിൻ്റെ കയ്യിൽ നിന്ന് ഇൻസോംനിയ ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി അവൾ നിൻ്റെ കൂടെ നിൽക്കുന്നത്, മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ പറയും, അതെനിക്ക് ഓൾറെഡി അറിയാലോ, അത് അറിഞ്ഞുകൊണ്ട് തന്നെ അവളെ ഞാൻ അസിസ്റ്റൻ്റായി കൂട്ടിയെന്ന് പറയും. അപ്പോൾ പാവം നമ്മുടെ ഷൂമാൻസി വന്നിട്ട് എന്താ പറയുന്നത്, അവൾ ചമ്മിപ്പോയി. ആ സമയത്ത് ചീസ് വന്നിട്ട് പറയുകയാണ്, ലേറ്റ് ആയില്ലേ, ഇത്രയും ലേറ്റ് ആയില്ലേ, അതുകൊണ്ട് ലൂസിയെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറയുന്ന സമയത്ത് എടുത്തുകൊണ്ട് ഞാൻ പറയും, നീ കൊണ്ടാക്കണ്ട, എൻ്റെ അസിസ്റ്റൻ്റിനെ ഞാൻ തന്നെ കൊണ്ടാക്കിക്കോളാന്ന്. അത് കഴിഞ്ഞ് ചീസ് നോക്കുക ലൂസി എന്താ പറയുന്നത്. അപ്പോൾ ലൂസി ഓൾറെഡി സ്റ്റേ ചെയ്യുന്ന ആരുടെ വീട്ടിലാണ്, അവളുടെ അഗ്രിമെൻറ്റ് പ്രകാരം ഞാൻ എൻ്റെ വീട്ടിൽ വേണം അവൾ സ്റ്റേ ചെയ്യാൻ. അപ്പോൾ പറയാണ്, അല്ല ഞാൻ എന്നെ കൊണ്ടുപോയി ആക്കിക്കോളും, ഞങ്ങൾക്ക് ഇച്ചിരി ബിസിനസ് റിലേറ്റഡ് കാര്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ലൂസിയും നമ്മുടെ യാൻ്റെ കൂടെ പോവാണ്. പാവം നമ്മുടെ ഷൂമാൻസും ചീസും 2 പേർക്കും ഒന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷനിൽ അവർ 2 പേരും അവിടെ നിൽക്കുവാണ്. എന്നിട്ട് ഇവർ കാറിൽ പോയിട്ടൊരു സ്ഥലത്ത് എത്തുമ്പോൾ ഞാൻ കാറ് നിർത്തിയിട്ടിട്ട് പറയുവാണ്, എനിക്ക് ഇന്നലെ പറയാനുള്ള കാര്യം എന്താണെന്ന് ഞാൻ ചോദിച്ചില്ല, അതെനിക്കൊന്ന് ഫിനിഷ് ചെയ്യണമെന്ന് പറയണം. എന്നിട്ട് ഇവൻ പറയുവാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അതാണ് പറയാൻ വന്നതെന്ന്. അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് ലൂസിയും പറയും, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, അത് പക്ഷേ എനിക്ക് ഇത് പറയാൻ പറ്റിയില്ല, എനിക്ക് ഇച്ചിരി ടെൻഷനായിട്ട് പറയാൻ പറ്റാതെന്ന് പറയുന്ന സമയത്ത് പക്ഷേ നമ്മുടെ യാൻ പറയും, പക്ഷേ ഞാൻ നിൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും നിനക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ലൂസി പറയണം, എനിക്ക് നല്ലപോലെ ഫീലിങ്സ് ഉണ്ടായെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഞാൻ പറയാം, ഫീലിങ്സ് ഉണ്ടായെങ്കിൽ എൻ്റെ എന്താ പിങ്ക് കളർ കത്താതെയെന്ന്. അപ്പോഴാണ് ഫ്ലാഷ് ബാക്കിൽ നടന്ന കാര്യം പറയുക, ഇവർ ഓൾറെഡി നമ്മുടെ ലിനിയും ലൂസിയും അതുപോലെ തന്നെ ജൂണും കൂടി സംസാരിച്ചുകൊണ്ടിരുന്ന് കാണത്തില്ലേ. ആ സമയത്ത് വന്നിട്ട് ഇവളുടെ കയ്യിൽ നിന്ന് ഇത് നമ്മുടെ യാനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിങ്ക് കളർ കത്തും, എക്സൈറ്റ്മെൻറ്റ് കാരണം. അപ്പോൾ ഇതെന്താ പെട്ടെന്ന് പിങ്ക് കളർ കത്തുന്നതെന്ന് പറഞ്ഞ് ടെൻഷനായിട്ട് അത് എടുത്ത് ഊരുന്ന സമയത്ത് അത് ചായക്കകത്ത് വീഴും. അപ്പോൾ അതിനുശേഷം ഇത് വർക്ക് ചെയ്യാതായിട്ടുള്ളതാണ് സംഭവം. അപ്പോൾ അത് പറഞ്ഞപ്പോൾ നമ്മുടെ യാനിന് കുറച്ചുകൂടി കാര്യം മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ തൊട്ട് ഇത് വേറെ ഇത്രയും ഉണ്ടായിട്ട് ഇവന് മാത്രം പിങ്ക് കത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവർ 2 പേരും കൂടി കിസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സെറ്റായിട്ടോ കിസ് ചെയ്യണം. അപ്പോൾ കിസ് ചെയ്യുന്ന സമയത്ത് അറിയാലോ, അവർ തൊട്ട് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോത്തില്ല, അവർ 2 പേരും ഉറങ്ങിപ്പോവാണ്. അത് കഴിഞ്ഞിട്ട് ഇവൻ ഓഫീസിൽ ഉറങ്ങി എണീറ്റ് ഓഫീസിലൊക്കെ വന്നിട്ട് ഇതൊക്കെ ആലോചിച്ചിരുന്നിട്ട് ഇവരിന്ന് ചിരിക്കും കേട്ടോ. ആ സമയത്ത് അസിസ്റ്റൻ്റ് വന്നിട്ട് പറയുകയാണ്, ഒരു പ്രൊഫസറുണ്ട്, ആ പ്രൊഫസറെ പറ്റി സാങ് എന്നാണ്, ആ സാങ്ങിന് ഇതിനെപ്പറ്റി കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാം, അവരുടെ എങ്ങനെയെങ്കിലും അവരുടെ ഒരു അപ്പോയിൻമെൻറ്റ് വാങ്ങിക്കി നമുക്ക് അവരായിട്ട് കൊളാബ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അസിസ്റ്റൻ്റ് വരുന്ന കണ്ടപ്പോൾ ഇവൻ ഇച്ചിരി റൂഡൊക്കെ ആയിട്ട് നിന്നിട്ട് ഇതൊക്കെ കേട്ടിട്ട് ഓക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. എന്നിട്ട് ഇവർ 2 പേരും കൂടി നമ്മുടെ യാനും ലൂസിയും കൂടിയിട്ടാണ് ചെന്ന് നിൽക്കുന്നത് ഇയാളുടേത്. അപ്പോൾ ഇയാൾ ആദ്യം സമ്മതിക്കത്തൊന്നുമില്ല വരാമെന്ന്. ലാസ്റ്റ് ലൂസി ഒരു വളരെ റെയർ ആയിട്ടുള്ളൊരു കാസറ്റ് CD, ഇവളുടെ ഒരു പപ്പയുടെ കയ്യിലൊരു കാസറ്റ് CD ഇരിപ്പുണ്ട്, അത് തരാമെന്ന് പറയുന്ന സമയത്ത് അയാൾ പറയണം, ഓക്കെ എന്നാൽ നാളെ രാവിലെ 10:30 അപ്പോയിൻമെൻറ്റ് വെച്ചേക്ക്, ഞാൻ വന്നേക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ
അങ്ങനെ അവരവിടെ നിന്ന് പോവാണ്. എന്നിട്ട് അന്ന് രാത്രിയാകുമ്പോൾ അന്ന് വൈകിട്ടാകുമ്പോൾ ഞാൻ ആലോചിക്കുന്നതെന്നറിയോ, ദൈവമേ ഞങ്ങൾ കിസ് ചെയ്ത് അപ്പോഴേ ഉറങ്ങിപ്പോകും. ഇപ്പോൾ ഉറങ്ങാതെ കുറേ നേരം കിസ് ചെയ്യാൻ എന്താ വഴി എന്ന് പറഞ്ഞിട്ട് അവ ആലോചിച്ചിട്ട് ഇവൻ ഇവൻ്റെ അസിസ്റ്റൻറ്റ് വിളിച്ചിട്ട് പറയാണ്. അസിസ്റ്റൻ്റ് ആണെങ്കിൽ രാത്രി മൊത്തം ഇരുന്ന് വർക്ക് ചെയ്യുക കേട്ടോ, ഒരു സ്പെഷ്യൽ അസിസ്റ്റൻ്റ് ഇല്ല അവരെ. എന്നിട്ട് അവരുടെ അടുത്ത് പറയാണ്, നിങ്ങളവിടെ രാത്രി മൊത്തം വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ അടുത്ത് ചോദിക്കണം, രാത്രി നിങ്ങൾ ഉറങ്ങാതിരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുന്നത്, അതിന് നല്ലൊരു ട്രിക്ക് തരുന്ന ആൾക്ക് ഞാൻ ഡബിൾ ബോണസ് തരുമെന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ്. എന്നിട്ട് ആ ട്രിക്ക് എല്ലാം കണ്ടുപിടിച്ചിട്ട് അവൻ ലൂസിയെ കാണാൻ വരുന്ന സമയത്ത് ലൂസിയുടെ കണ്ണൊക്കെ ചുമന്ന് നിറഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഇവർ ചോദിക്കുകയാണ്, ലൂസി എന്താണ് ഇതിൻ്റെ കണ്ണെല്ലാം നനഞ്ഞിരിക്കുന്ന സമയത്ത് പറയും, ഞാൻ വിക്സ് ഇട്ട് കണ്ണിൻ്റെ അടിയിൽ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഉറക്കം വരാതിരിക്കാമെന്ന്. അത് സമയം ഞാൻ പറയും, അയ്യോ ഇവിടെ ഇടണ്ടായിരുന്നു, നീ ഈ നെറ്റിയുടെ സൈഡിൽ ഇടുവാണെങ്കിൽ കുറേ നേരം ഉറങ്ങാതിരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ പറയണേ, എന്നാൽ ശരി ഇന്നലെ ചെയ്തതിൻ്റെ ബാക്കി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന്. വേറെ ഒന്നുമില്ല, ഇവർ രണ്ടുപേരും കിസ് ചെയ്ത് നല്ലപോലെ അങ്ങ് കിസ് ചെയ്യുക കേട്ടോ, കുറച്ച് നേരം കിസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ അവരറിയാതെ അങ്ങ് ഇവർക്ക് അങ്ങനെ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉറങ്ങിപ്പോകില്ല, അവരങ്ങ് ഉറങ്ങിപ്പോവാം. ഉറങ്ങി കഴിഞ്ഞിട്ട് രാവിലെ ഫസ്റ്റ് ഞാനാണ് എണീക്കുന്നത് കേട്ടോ. ഞാൻ എണീറ്റ് ടൈം നോക്കുമ്പോൾ 10:30. ഓക്കെ 10:30 ആയല്ലോ, ഞാൻ ഇത്രയും ഉറങ്ങിയല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ലൂസി ഉറക്ക ചെയ്ത് പറയാണ്, 10:30 നമുക്ക് മറ്റേ പ്രൊഫസർ സാങ്ങുമായിട്ട് അപ്പോയിൻമെൻ്റ് ഉള്ളതെന്ന്. അപ്പോൾ രണ്ടുപേരും പെട്ടെന്ന് ഞെട്ടി എണീക്കും, ദൈവമേ 10:30 ആയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.